ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബോബൺ ബോണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത് എന്നടാ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ പോഡ്കാസ്റ്റ് ലാസ്റ്റ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഷോർട്സിലേക്ക് പോയി. ഞങ്ങൾ പിന്നെ ഇവിടുത്തെ ഇപ്പോൾ പൂത്രളിക്കാവ് പൂരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഞായറാഴ്ച ഒരു മിനി വ്ളോഗ് ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഡു ചെക്ക് ഔട്ട്. എല്ലാവരും കാണുക, എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ്, ടോക്സിക് റിലേഷൻഷിപ്സ്. ഒരു അഥവാ കപ്പിൾസിൻ്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്, അഥവാ അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സ്, ഗ്രീൻ ഫ്ലാഗ്സ്, അങ്ങനത്തെ അങ്ങനെ പറയാൻ പറ്റില്ല. റെഡ് ഫ്ലാഗ് എന്നൊക്കെ ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയാൻ പറ്റില്ല. റെഡ് ഫ്ലാഗ് അത് ടോക്സിക്. ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത് അടിപൊളി, ബെറ്റർ. റെഡ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല പരിപാടി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറേ കപ്പിൾസിൻ്റെ ഇടയിലുള്ള ഇഷ്യൂസ് കാരണം കുറേ പേര് സൂയിസൈഡിങ് കാര്യങ്ങളുണ്ട്. അതായത് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സ് ഭയങ്കരമായിട്ട് റെഡ് ഫ്ലാഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഇഗ്നോർ ചെയ്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ അത് ഇഗ്നോർ ചെയ്ത് പോവുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർക്കത് മനസ്സിലാവണ സമയത്ത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇപ്പം അങ്ങനെ വിട്ട് കിടക്കണ കുറേ പേരുണ്ടാവും. അതുകൊണ്ടൊക്കെ സൂയിസൈഡുകളിലേക്കും അല്ലെങ്കിൽ ബാക്കി പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന കുറേ കപ്പിൾസിനെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും അല്ല ജസ്റ്റ് ഇങ്ങനെ വെറുതെ ന്യൂസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിവസം ഒരു 2-3 കേസൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന പോലെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ ഉദ്ദേശിച്ചാണ്. പിന്നെ ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല, നമ്മളിപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഈ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിലൊരു എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ തുടങ്ങി. അതായത് റിലേഷൻഷിപ്പ് ഭയങ്കര ഷോർട്ട് സ്പാൻ ആണ് കൂടുതൽ. അതായത് ഒരു 3 months 6 months അത്രയും ഇല്ലാതെ തുടങ്ങി. റിലേഷൻഷിപ്പും ഇതാക്കണ കൂടുതൽ ഒരു ഹുക്കപ്പ് കൾച്ചറിലേക്ക് പോകുന്ന ആ ഒരു രീതിയിലേക്കാണ്. ഹുക്കപ്പ് കൾച്ചറിലേക്കാണ് ആൾക്കാര് ഇങ്ങനെ. കൾച്ചർ എന്താണെന്ന് അറിയില്ലാത്തവര് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. കൾച്ചർ മലയാളത്തിൽ എങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. എനിക്കറിയുന്ന മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോ അത് വിവാദങ്ങളായി പോകും. കൾച്ചർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്ത സംഭവം ആവാൻ സാധ്യത. ഇപ്പോഴത്തെ കാലത്തുള്ള എല്ലാവർക്കും എനിക്കൊന്നും നമ്മളെക്കാളും അപ്ഡേറ്റഡ് ആണ് കുറച്ചുകൂടി ആൾക്കാരെല്ലാവരും. അതെ, കൾച്ചർ എന്താണ് പോക്കിമോൻ അറിയില്ലേ? അപ്പോ അത് കാരണം എല്ലാരും അപ്ഡേറ്റഡ് ആണല്ലോ. അപ്പോ നിങ്ങൾ ഇത്ര ഡൗൺഡേറ്റഡ് ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോ ഈ പറഞ്ഞ ഹുക്കപ്പ് കൾച്ചർ ഈ ഡേറ്റിംഗ് ആപ്പുകളുടെ എണ്ണം കൂടി തുടങ്ങി. അത് ഈ ഡേറ്റിംഗ് ആപ്പുകളുടെ എണ്ണം കൂടുന്നതിന്റെ ഒപ്പം തന്നെ അതിലുണ്ടാവുന്ന ചതികളും വളരെയധികം കൂടുതലാണ്, ഭയങ്കരമായിട്ട് കൂടുതലാണ്. അത് ആർക്കും മനസ്സിലാവുന്നില്ല മാത്രം. കാരണം ഈ ഡേറ്റിംഗ് ആപ്പിൽ കൂടെ ഓരോരുത്തർ പരിചയപ്പെടുന്നു. ചിലപ്പോൾ 2 ദിവസത്തെ പരിചയം, 3 ദിവസത്തെ പരിചയം, പിന്നെ നേരെ ഹുക്കപ്പ് കൾച്ചറിലേക്ക് മാറുന്നു, പിന്നെ സിറ്റുവേഷൻഷിപ്പിലേക്ക് മാറുന്നു. അങ്ങനെ അങ്ങനെ ഓരോ ഷിപ്പുകളാണ് കൂടുതലും. അതെ, ഷിപ്പുകളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഞാൻ കേൾക്കുന്ന ഇൻസ്റ്റയില് റീൽസിലും കാര്യങ്ങളും ഇങ്ങനെ കാണുന്ന വെച്ചാൽ ചിലതൊക്കെ ഇങ്ങനെ മനസ്സിലായി പോയി ഇങ്ങനെ ഇരിക്കുന്നത്. കുറെ സംഭവങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എനിക്കൊരു പിടിയിട്ടാന്നല്ല, അർത്ഥം മനസ്സിലാവണില്ല. ഇതിന്റെ അർത്ഥം മനസ്സിലാവണില്ല, എന്താ ഉദ്ദേശിക്കുന്നത്. റിലേഷൻഷിപ്പാണ്, ഓക്കെ. റിലേഷൻഷിപ്പ് അല്ല ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടിനെ നടക്ക്. പിന്നെയുണ്ട് കുറെ ഷിപ്പ് ഉണ്ട് ഇതിന്റെ ബാക്കില്. ഇതിന് വേറെ എന്തൊക്കെയോ പറയണുണ്ട്. പക്ഷെ ടു ബി ഓണസ്റ്റ് എനിക്ക് ഇതിനെ പറ്റി വലിയ പിടിപാടില്ല. വലിയ പിടിപാടും കാര്യം. കാരണം ഇതൊക്കെ ന്യൂ ജനറേഷന്റെ പുതിയ വേർഡ്സ് ആയി തുടങ്ങി. ഓരോ ഞങ്ങൾക്ക് അറിയാവുന്ന ലവ് ചെയ്യുക, പ്രേമിക്കുക, ബ്രേക്കപ്പ്, ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കുറച്ച് ഹുക്കപ്പ് കൾച്ചർ തേങ്ങ. അതൊക്കെ പിന്നെ കുറെ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള കാരണം ഹുക്കപ്പ് കൾച്ചർ കുറെ മുന്നേ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ കുറച്ച് ഇപ്പോഴാണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആയി വരുന്നത്. കൂടുതലും ബാംഗ്ലൂര്, ഹൈദരാബാദ് അങ്ങനത്തെ ടൗൺസിലൊക്കെ അത്യാവശ്യം അത് ഉള്ള ഒരു സംഭവമാണ്. അവിടെ അതൊരു പുതിയ സംഭവമല്ല. ബട്ട് ഈവൻ ദോ ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലും ടൗൺ ഏരിയകളിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് ആക്റ്റീവായി ഇങ്ങനെ വരുന്നുണ്ട്.
അപ്പോൾ ഈ കൾച്ചറിലെ ഈ ഡേറ്റിംഗ് ആപ്സ് ത്രൂ ആണെന്നുണ്ടെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒരു വാല്യൂ കൊടുക്കാത്ത പോലെ. ഡേറ്റിംഗ് ആപ്സ് ത്രൂ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും റിലേഷൻഷിപ്പിൽ നല്ല വാല്യൂ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല. ആ വാല്യൂ കൊടുക്കുന്ന ആൾക്കാരെ കൂടാതെ ഇത് മിസ്യൂസ് ചെയ്യുന്നവന്മാരും ഉണ്ട്. മിസ്യൂസ് ചെയ്യുക, അതുകൂടാതെ പിന്നെ വഞ്ചിക്കപ്പെടുക, ചതിക്കപ്പെടുക. ഇത് വന്നു കഴിഞ്ഞിട്ടാ പിന്നെ ഇവരൊക്കെ ചിന്തിക്കുന്നത്. ആപ്പ് ഒക്കെ ഉപയോഗിക്കണവര് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഡേറ്റിംഗ് അടുത്താണ് ഇന്നിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യണ 2-3 ദിവസം മുന്നെയാണ് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം വഴിയോ ഡേറ്റിംഗ് ആപ്പ് ത്രൂ മെസ്സേജ് ചെയ്തിട്ട് ഒരു സംസാരിക്കാൻ കഴിയാത്തൊരു പയ്യനെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വിചിത്രമായ ഒരു വിചിത്രമൊന്നുമല്ല, സെക്ഷൽ റിലേഷൻ ഏർപ്പെടാൻ പറഞ്ഞു, താല്പര്യമില്ലെന്ന് പറഞ്ഞു, പിന്നെ അത് അടിയായി ബഹളായി. അങ്ങനെയല്ലല്ലോ, ആ കുട്ടിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ടോ ഹസ്ബൻഡോ ഉണ്ട്. അവരുടെ മുന്നിൽ വെച്ചിട്ട് ഫിസിക്കലി ഏർപ്പെടാനാണ് പറഞ്ഞത്. ഒരു ഫാന്റസി ഒക്കെ പോലെ. അങ്ങനെ പറഞ്ഞപ്പോ അവന് നിഷേധിക്കുന്നു, അവരത് പറ്റില്ല എന്ന് പറയുന്നു, തല്ലുന്നു, പിടിക്കുന്നു. ഇനിയിപ്പോ ഈവൻ തോവന് ഇത് സമ്മതിച്ചു തന്നെ വിചാരിക്കും. സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ യുവമാരത് വീഡിയോ എടുക്കും, അടുത്തതിന് പൈസ ചൂഷണം വരും. ആ പയ്യനെ നടുവൊക്കെ തല്ലി പിടിച്ച് ഫോട്ടോ ഏതോ ന്യൂസ് ചാനൽ ഫോട്ടോ ഒക്കെ വന്നു. ഈവൻ തോ അങ്ങനെ ഡേറ്റിംഗ് ആപ്സ് ആണെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് ഒരാള് ഇങ്ങനെ ഫ്ലാറ്റിലേക്ക് വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുമ്പോ നോക്കി കണ്ടൊക്കെ പോവാ. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ജീവനോടെ വരുന്ന പോലും ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ഒക്കെ അത്രയും ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. കാരണം കൊല്ലുന്നു, പിടിക്കുന്നു, വെട്ടിക്കൊല്ലുന്നു, നമുക്ക് ഒരിക്കലും ഒരാളെ കണ്ടിട്ടോ അല്ലെങ്കിൽ 5 മിനിറ്റ് സംസാരിച്ചോണ്ട് നമുക്ക് ആളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒന്നല്ല. ഈ ദിവസം നമ്മൾ കണ്ടുവരുന്ന സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഭീകരങ്ങളാണ്. അപ്പോൾ ഡേറ്റിംഗ് ആപ്സ് ഒക്കെ യൂസ് ചെയ്യണവർ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ ആവുന്നത് നല്ല കാര്യമാണ്, എല്ലാവർക്കും നല്ലൊരു സംഭവമാണ്. അതിലും നമ്മള് ശ്രദ്ധിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. മുന്നേ നമ്മൾ കണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് എന്നൊക്കെ അതിലൊരു ഫിസിക്കൽ കണക്ഷൻ വരണമെങ്കിൽ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഫിസിക്കലി 6 months, 1 year, 2 year, 3 year ഒക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഒരു ഫിസിക്കൽ കണക്ഷൻ കൂടുതൽ ആൾക്കാർ എത്തുന്നത്. ഇപ്പൊ ആദ്യം ഫിസിക്കൽ എത്തിയിട്ടാണ് പിന്നെ മെന്റലി കണക്ഷൻ, പിന്നെ പ്രേമം, അങ്ങനെ വരുന്നത്. ഇത് വന്നു ഒരു ഫിസിക്കൽ കണക്ഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഉമ്മാർക്ക് മടുത്തു, താല്പര്യം പോവാണ്, പിന്നെ അടുത്തത് തപ്പി തുടങ്ങി. അങ്ങനെ തപ്പി തുടങ്ങി പിന്നെ അപ്പൊ ഇവർക്ക് പറ്റില്ല, ഓപ്പോസിറ്റ് ആൾക്കാർക്ക്. അവരപ്പൊ ഇത് സീരിയസ് ആയിട്ട് എടുക്കും. ഈ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ യുവമാർക്ക് പറ്റാതെ യുവമാര് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും. അതാണ് ഇതിൽ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നല്ലതാണ്. ഇപ്പോൾ ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി അതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിലൊരു ട്രസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അതിലിപ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള അതിൽ വേണ്ട കുറച്ച് സംഭവം. ഇതൊന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കുറ്റം പറഞ്ഞ് പഴിചാരി പിന്നെ അത് ചെയ്ത് അങ്ങനെ പിന്നെ അത് വേറെ രീതിയിലേക്ക് പോകും, കൺവേർട്ട് ആവും. പിന്നെയാണ് ഈ കുത്തും കൊലയും കൊലപാതകമൊക്കെ നടക്കുന്നത്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റെഡ് ഫ്ലാഗ്സും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മളത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഇഗ്നോർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് തന്നെ അതൊരു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ട് എത്തിക്കത്തുള്ളൂ. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിലേഷൻഷിപ്പിലാവുക എന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ എന്താ പറയുക, ഈ റെഡ് ഫ്ലാഗ്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അത് ടോക്സിസിറ്റി ആയാലും ഇപ്പൊ എല്ലാരും സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ പൊസസീവ്നെസ് ആ ഒരു ഇതില് എടുക്കണവരുണ്ട്. കുറച്ച് നാളത്തെ മുന്നത്തെ ട്രെൻഡിങ് ആയിരുന്നു കലിപ്പനും ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അത് കെയറേട്ടൻ വേറെ ലെവലാ, അത് കെയറിങ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് അത് വേറെ ലെവല്. പക്ഷെ കലിപ്പനും കാണുന്നവരുണ്ട്, അതിലാണ് പൊസസീവ്നെസ് ഭയങ്കരമായിട്ട് കണ്ടത്. ഊടാ എനിക്ക് ഓർമ്മയുണ്ട്, ആ ടിക്ടോക്ക് ഉള്ളായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ കലിപ്പന്റെ അതായത് ഒരാള് ഭയങ്കര കലിപ്പ് തല്ലിയ കുറെ അബ്യൂസ് ചെയ്യാ. അപ്പൊ അത് കാണുമ്പോ ചേച്ചി എന്റെ ഏട്ടായി എന്റെ ഇഷ്ടം കൊണ്ടായിരിക്കും എന്നെ ഇതാക്കണേ. ഇഷ്ടം കൊണ്ടാവാം, അല്ലാതെ ഏട്ടായിക്ക് എന്നോട് ലവാ, അതുകൊണ്ടാ സ്നേഹം കൊണ്ടല്ലേ എന്റെ ഏട്ടായി എന്നെ തല്ലി. സ്നേഹം കൊണ്ട് എനിക്ക് മനസ്സിലാകാത്തത് ഈ സ്നേഹം കൊണ്ട് ഇപ്പൊ സ്നേഹം ശരിയാ, ഓരോരുത്തർ സ്നേഹം കാണിക്കുന്ന പല ഇത്. ഇപ്പൊ ചിലർ സ്നേഹം കാണിക്കും, ഹഗ് ചെയ്ത് കാണിക്കും, ചിലർ വന്നിട്ട് കഴിക്കും, മാന്തും പിടിച്ച്, അതൊക്കെ ശരി. പക്ഷെ ഈ അത്
മെന്റൽ ഡിസോർഡർ മനസ്സിൽ നല്ല പ്രശ്നമാണ്, വേറെ ഒന്നല്ല, അവന് മാനസികമായിട്ട് എന്താ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും പോസിറ്റീവ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോ അപ്പുറത്തുള്ള ആടിനെ അതിനകത്ത് തീർക്കണേ. എന്ത് വയ്യാത്തൂട്ടിയത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അല്ലെങ്കിൽ പണി കിട്ടുകയെന്നല്ല, അത് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് ഒരു വാല്യൂ ഇല്ലാതെ പോകും. സ്വന്തം ജീവിതമാണ്, അവരവരുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ളത് പെട്ടെന്ന് സംഭവിക്കും. ഒരു ജീവിതം നശിപ്പിച്ചാൽ വലിയ സമയമൊന്നും വേണ്ട. ഇന്നത്തെ ഇതുപോലെയുള്ള സംഭവമാണ് 2 മാസം പ്രേമിച്ചു, 3 മാസം പ്രേമിച്ചു, 4ാമത്തെ ദിവസം കല്യാണം കഴിക്കാന്നുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ കല്യാണം കഴിക്കുന്നവരിലൊരു ഭൂരിഭാഗം പേരും ഒരു 100% ടോട്ടലായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 80-85 90% കപ്പിൾസും ഒരു ചെറിയ സ്പാനിൽ തന്നെ അവര് ഡിവോഴ്സിലേക്ക്. അതെ, കല്യാണം എന്നൊക്കെ പറയുമ്പോ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കല്യാണം. പിന്നെ ഈ ചെറു പ്രായത്തിൽ പെട്ടെന്ന് എടുത്ത് ചാടി പോയിട്ട് ആരും കല്യാണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു 6 മാസത്തെ പ്രണയം അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ പ്രണയം, അതിലൊന്നും നമുക്ക് ഒരു ലൈഫ് പാർട്ട്ണറിനൊന്നും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ ചിലവർ പറയും അറേഞ്ച്ഡ് മാരേജ് ചെയ്യണവര് പെട്ടെന്ന് കണ്ട് അങ്ങനത്തെ കെട്ടണല്ലേ, അത് വേറെ വകുപ്പ്, ഇത് വേറെ വകുപ്പ്. ഇങ്ങനെ ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇത്ര ഇതായിട്ട് പ്രേമിച്ച് നമ്മൾ കല്യാണം കഴിച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നമ്മൾ തന്നെ തീർക്കണം. വീട്ടുകാരൊന്നും അതിൽ ഒരു ഇത് ഇടപെടാൻ പോലും വരികയില്ല. അല്ലാത്ത ഈ അറേഞ്ച്ഡ് മാരേജ് കാര്യങ്ങൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ വീട്ടുകാരുടെ സപ്പോർട്ടും കൂടെ കുറച്ച് ഉണ്ടാവുന്നത് തന്നെയാണല്ലോ. പക്ഷെ എപ്പോഴും ബെറ്റർ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ തന്നെ ചൂസ് ചെയ്യാണ്. ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞു, ഇപ്പൊ എന്റെ വൈഫ് തുടങ്ങി കാട്ടും, ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ച ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫ് പിന്നെ തുടരുക. അവര് വേറെ ഫാമിലി ആയി. പിന്നെ ഒരു അച്ഛൻ, അമ്മ, 2 പിള്ളേരുണ്ടെങ്കിൽ അതിലൊരു കൊച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ഫാമിലിയാ. ഈ അച്ഛനമ്മ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അവരുടെ ഫാമിലിയിൽ അവര് വരുന്നു, കാണുന്നു, സ്നേഹിക്കുന്നു, അത്രയും മതി. അല്ലാതെ കൂടുതലായിട്ട് മറ്റേ അതിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഇവരും അതേപോലെ തിരിച്ചു. ഇപ്പൊ ഇവരൊരു കപ്പിൾസ് ആണെങ്കിൽ ഇവരുടെ കാര്യം നോക്കിയാൽ മതി. അയക്കളയിൽ ഇടപെടാൻ നിൽക്കാതിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല. ഇപ്പൊ അപ്പൊ അവരുടെ ലൈഫ് കുറച്ചും കൂടി ബിൽഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. കുറച്ചും കൂടി കാര്യങ്ങൾ പ്രോഗ്രസ് ആയിട്ട് ചിന്തിക്കാനും എങ്ങനെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ആ റിലേഷൻഷിപ്പിലേക്ക് ഉള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ ഇതിലുള്ളത് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ വന്നാലാണ് ഒരു ലൈഫ് ബിൽഡായി വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ലൈഫിലേക്ക് നല്ലൊരു ലൈഫ് ജേണി അല്ലെങ്കിൽ ഒരു ജേണി മുന്നോട്ട് പോകാനുള്ള ചാൻസസ് ഉള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോൾ കാണുന്നത് അതിലേക്ക് എത്തുന്നില്ല. കല്യാണം കഴിഞ്ഞവർ വരെ ഡേറ്റിംഗ് ആപ്പിൽ കൂടെ സുലഭമായി കാണാൻ സാധിക്കുന്നുണ്ട്. നീ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കുറെ ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്. അതിൽ എല്ലാത്തിലും എനിക്ക് കൂടുതൽ ഇങ്ങനെ ഇൻസ്റ്റയിൽ എഫ്ബിയിൽ ഇങ്ങനെ ആഡ് തരണതാണ്. മറ്റേ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ റീചാർജ്. അതൊക്കെ വെറുതെ 9 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചേച്ചി വന്നിരിക്കും, രാത്രി ഒറ്റയ്ക്കാണോ സംസാരിക്കാം, വിളിക്കും, വെറും 9 രൂപ മതി, വെറും 1 രൂപ മതി പറഞ്ഞിട്ട് അങ്ങനെ കാണാറുണ്ട്. പക്ഷെ അത് ഇതുവരെ ഡേറ്റിംഗ് ആപ്സ് ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് അങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ലേ. ഞാൻ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റിംഗ് ആപ്സിലും ഈ പോലെ കുറെ പരിപാടിയുണ്ട്. ഒന്ന് ഈ പറഞ്ഞ ഹുക്കപ്പ് കൾച്ചർ. അതങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഫിൽട്ടർ ചെയ്യാൻ സെറ്റപ്പ് ആയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അത്രയും സെറ്റ് അതാണെങ്കിൽ നമുക്ക് ബയോയിൽ ആഡ് ചെയ്യാം, അങ്ങനെ മതി. പക്ഷെ അങ്ങനെ ഇപ്പൊ ആഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവും, അറിയില്ല, എനിക്ക് വന്നിട്ടുമില്ല. പക്ഷെ അതിലുള്ള കുറച്ച് സംഭവം ഇത് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലർ ഹുക്കപ്പിന് മാത്രമായിട്ട് നിൽക്കുന്നവരുണ്ട്, ചിലർ ഷോർട്ട് ടൈം റിലേഷൻ, ചില ലോങ് ടൈം റിലേഷൻ ഉണ്ട്, ചിലവർ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് 3 പിന്നെ 4ാമത്തെ സംഭവം ഇതൊന്നും അറിയാത്ത സംഭവം ഉണ്ട്. എന്തിനു വേണ്ടി ചിലർ ഫ്രണ്ട്ഷിപ്പ്. അതായത് ഡേറ്റിംഗ് ആപ്പിൽ വന്നിട്ടാണ് ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് 5 ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ ഹുക്കപ്പ് കൾച്ചർ എന്താണെന്ന് എനിക്ക് അറിയാലോ. അത് ഓക്കെ. ഷോർട്ട് ടൈം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മാത്രമായിട്ടൊരു പ്രേമം, സമയം പോകാനായിട്ട് ചില ടൈം പാസ്, ചാറ്റിങ്, കോള്, അങ്ങനെ നേരം പോകാൻ ആ പരിപാടിയാണ് ഇത്. ലോങ് ടൈം റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ചിലവര് ചിലപ്പോൾ സീരിയസ് ആയിട്ട് കല്യാണം വരെ പോകും. ചിലവര് ഒരു 100% ഒരു 50-55% അങ്ങനെ പോകും. ബാക്കി പിന്നെയുള്ള സംഭവമാണ് ഫ്രണ്ട്ഷിപ്പ്. അത് ബെനിഫിറ്റ്സ് പരിപാടിയാണ്. ആ പരിപാടി അതില് ആ ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ്സ് ഉണ്ട്, അത് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെയുള്ളത് ഇതിലൊന്നിലും പെടാത്ത ആൾക്കാരുണ്ട്. ചുമ്മാ എന്തിനോ വന്നിരിക്കുന്നു, എന്തിനോ ചാറ്റ് ചെയ്യുന്നു, എന്തിനോ പോകുന്നു. ഇത് ഒന്നും അറിയില്ലാത്ത ആൾക്കാരതൊക്കെ. ഈ 5 പരിപാടിയിൽ ഉള്ള സംഭവം ഉണ്ട് ഡേറ്റിംഗ് ആപ്പ്. ഇഷ്ടം പോലെ ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. ഇപ്പൊ ബംബിള് ഭയങ്കര ഫേമസ് ആണ്. ബംബിള് അതെങ്ങനെ ഫേമസ് ആയെന്ന് എനിക്ക് മനസ്സിലാവണില്ല.
കാരണം ഒരിടയ്ക്ക് അണഞ്ഞു നടന്ന സാധനം അത്. ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര ഫേമസ് അത്. പിന്നെ മറ്റേ സാധനം ഉണ്ടായിരുന്നില്ല എല്ലാരും ഈ സാനേപ്പിനൊക്കെ വന്നിട്ട് പരിചയണത് ടിൻഡർ. ടിൻഡർ അല്ലേ ടിൻഡർ അല്ലേ ടിൻഡർ അല്ലേ എന്തോന്ന് പിന്നെ സാനേപ്പിന്റെ മറ്റേ സാധനം ഇതാണ് എന്നിട്ടാ അരികെ അത് വേറെ. അതില് പ്രിയ പി വാര്യരൊക്കെ അത് മലയാളികൾക്ക് വേണ്ടിട്ട്. അതിൽ ആദ്യമായിട്ട് ഞാൻ ഡേറ്റിംഗ് ആപ്പില് നക്ഷത്രം ജാതകം പൊരുത്തം അസ്ട്രോളജി എടാ ഈ അരികയിലുള്ള സംഭവം നക്ഷത്രം ജാതകം പൊരുത്തം ഇത് എനിക്ക് മനസ്സിലായി. ഒരു ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ജാതി മതമൊന്നും ഇല്ല, എല്ലാ ആൾക്കാരും ഉണ്ടാവും അതിൻ്റെ അകത്ത്. അതിൽ വന്നിട്ടാണ് നക്ഷത്രം ജാതകം പൊരുത്തതൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലേ. അത് ഈ അരികയിലുണ്ട്. പക്ഷെ നമുക്ക് തിരി വരും അരികെ നമുക്ക് ഇങ്ങനെ ചുമ്മാ കുറെ സ്വൈപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് എന്റെ ഇത് അവരും പണിയാ. ഇത് ഇത്ര സ്വൈപ്പിങ് ഇത്ര ഇത് കഴിഞ്ഞാൽ പിന്നെ പൈസ അടയ്ക്കണം, പിന്നെ മെസ്സേജും കൂടെ കിട്ടണമെങ്കിൽ പൈസ അടയ്ക്കണം, കിട്ടില്ല. ഇതെല്ലാം പൈസയാണ്. അപ്പൊ ഈ ഡേറ്റിംഗ് ആപ്പിൽ കൂടെ പരിചയപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങൾക്ക് ലക്കിന് കിട്ടുക, ചക്കയ്ക്ക് അടിച്ച് കിട്ടുക, അവന്റെ ഭാഗ്യം അല്ലെങ്കിൽ അവൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യം എന്നൊക്കെ പറയണ പോലത്തെ സെറ്റപ്പാണ്. ആര് ഒരെണ്ണം കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞാല് ഇപ്പൊ ശ്രദ്ധിക്കണ്ട, ഇപ്പൊ ഈ ഹുക്കപ്പ് കൾച്ചറിൽ കൂടെയാണ് ഇപ്പൊ എയ്ഡ്സ് ഇഷ്ടം പോലെ കേസസ്. പെരുമ്പാവൂർ സൈഡിലൊക്കെ ഭയങ്കര അതൊക്കെ ഹുക്കപ്പ് കൾച്ചറാ. കൂടുതൽ കോഴിക്കോടാണോ ഫസ്റ്റ് നിൽക്കുന്നത്? കൊച്ചിയല്ലേ? കോഴിക്കോടാണോ ഇപ്പോ? സംശയം. അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. എനിക്ക് എന്റെ അറിവിൽ കൊച്ചിയാണ്. ഒരു വീഡിയോയിൽ എന്തോ സ്റ്റഡി പോലെ വന്നു കഴിഞ്ഞപ്പോ എന്തോ കോഴിക്കോട് വെച്ച് എന്തോ ആണ് കൂടുന്തോറും ഇതും കൂടിക്കൊണ്ടിരിക്കുക. കാരണം കൾച്ചർ മാത്രല്ല, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫിസിക്കലി ആവുമ്പോഴാണ് കൂടുതലും ഇതൊക്കെ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിട്ട് വരുന്നത്. ഒരു ഡയലോഗ് പറയാൻ പറ്റും, ഒരു ഇൻഫ്ലുവൻസർ മറ്റേ സോഷ്യൽ മീഡിയ അൺപ്രൊട്ടക്റ്റഡ് ഗുമാങ്കത്ത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പലതും വരും എന്നൊക്കെ ഞാൻ കേട്ടു. അപ്പൊ ആരും ഗുമാങ്കത്ത് കളിക്കാൻ പോകാതിരിക്കുക, പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോയി കളിക്കുക. അപ്പൊ അങ്ങനെ അതാണ് കുറച്ചും കൂടി നല്ലത്. സോ എനിക്കറിയില്ല, എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കണവരൊക്കെ ചിരിക്കുന്നുണ്ട്, അറിയില്ല. അപ്പൊ എല്ലാത്തിനും കുറച്ച് പ്രൊട്ടക്ഷൻ നല്ലതാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെവിടെയോ തുടങ്ങിയപ്പോ എവിടെയോ വന്ന് നിക്കാണ്. റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാ, ഇപ്പൊ എവിടെയാ വന്ന് നിൽക്കുന്നത് തമ്പുരാനെ എന്നെ അറിയൂ. അതെ, 18+ ഇത് 18+ എന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട സംഭവം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഞങ്ങളിതിലിപ്പോ എന്താ പറയാ, ഇതില് മാസ്റ്റേഴ്സ് എടുത്ത ആൾക്കാരൊന്നല്ല, ഞങ്ങൾ വെറും 2 യുവാക്കൾ ഞങ്ങളുടെ ചുറ്റും കാണുന്നതൊക്കെ ജസ്റ്റ് ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് അങ്ങനെ പറയുന്നേ. പക്ഷെ ഈ പറഞ്ഞ കുറച്ചും കൂടി ഈ ഇതൊന്നാണ് ഈ പറഞ്ഞ റിലേഷനിലേക്ക് എത്തുന്നു, അവിടുന്ന് പിന്നെ ഓരോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. പക്ഷെ അതിലൊരു അർത്ഥമില്ലാതെ പോകുന്നുണ്ട് ഇപ്പൊ. റിലേഷൻഷിപ്പിന് ഒരു മീനിങ് ഇല്ലാത്ത പോലെ ആവുകയാണ്. ഞാൻ മറ്റേ പരിശുദ്ധമായ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഒരു മീനിങ്ലെസ് ആയി തുടങ്ങി ഇപ്പൊ കാര്യങ്ങളൊക്കെ. ചുമ്മാ എല്ലാരും ഈ ഹുക്കപ്പിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിട്ടോ ഫണ്ട് എന്റർടൈൻമെന്റിന് മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന പോലെയുണ്ട്. അതുപോലെ കുറെ പേര് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിലാവാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരും ഉണ്ട്. ആൾക്കാരും ഉണ്ട് കേട്ടോ, എല്ലാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, നല്ല ആൾക്കാരും ഉണ്ട്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് കണ്ട് നമുക്ക് സംസാരിച്ച് കഴിയുമ്പോൾ അയാളുടെ ഇന്റൻഷൻസ് എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് തന്നെ പെയ്ഡ് ഉണ്ട്, അൺപെയ്ഡ് ഉണ്ട്, അതറിയോ? ഈ നമ്മള് മറ്റേ കൾച്ചർ അങ്ങനെയാണ് കൾച്ചർ, ആ കൾച്ചറിലെ പെയ്ഡ് ഉണ്ട്, അൺപെയ്ഡ് ഉണ്ട്. അത് പ്രോസ്റ്റിറ്റ്യൂഷൻ ആയില്ലേ ഇപ്പോ? ഇല്ല, അതിലർത്ഥം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അല്ല, നമ്മളിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫിസിക്കൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരാൾക്ക് പേയ്മെന്റ് ചെയ്തിട്ട് പറയാ. പക്ഷെ ഡേറ്റിംഗ് ആപ്പിലൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഡേറ്റിംഗ് ആപ്പിൽ അങ്ങനെ എനിക്കത് അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. അതായത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ പ്രൊഫൈലുണ്ട്, മറ്റേ ബയോയിൽ എഴുതുന്നുണ്ട് വി ആർ പെയ്ഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും ചില പ്രൊഫൈലില്. സോ പെയ്ഡ് ആണ് അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ മനസ്സിലാകും ഇതൊക്കെ ഇത് പെയ്ഡ് ആണ്. അപ്പൊ എങ്ങനെയാ പേയ്മെന്റ് ചെയ്യാ? ഫിസിക്കലി ആവുക. ഇതിപ്പോ പ്രോപ്പർ പ്രോസ്റ്റിറ്റ്യൂഷൻ ആയി. അങ്ങനെ പറയാം. പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാണോ അവിടെ? ലീഗൽ അല്ല. ലീഗലാണോ? ഇല്ലീഗലാണ്. ബട്ട്
ലീഗലാണോ വെച്ചാണ് എന്നല്ല അങ്ങനെ അങ്ങനെ സുപ്രീം കോടതി ഇങ്ങനെ മറ്റേത് ഉത്തരവിടിച്ച് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്നോ. അത് അതില് ഉപജീവന മാർഗം കണ്ടെത്തുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ്, കാരണം കുറെ സ്ത്രീകളും ഇപ്പൊ പുരുഷന്മാരും ഇന്റർവ്യൂകളിലൊക്കെ വന്നിട്ട് ഒരു മൂപ്പരാള് വന്നിരുന്നു പറഞ്ഞായിരുന്നു മൂപ്പരാള് മീനായിരുന്നു എന്നൊക്കെ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡിൽ കേട്ടോ, അങ്ങനെയല്ല. അതായത് മൂപ്പരാള് ഇങ്ങനെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇങ്ങനെ മൂപ്പരാള് കുറെ ഫീമെയിൽസ് മൂപ്പരാള് ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാ. മെയിൽസും കപ്പിൾസും ആണ് ഇങ്ങനെ ചൂഷണം ചെയ്യാൻ. അതായത് അവർക്ക് എന്താ പറയാ, ഒരു സുഖം, വെറൈറ്റി പിടിക്കുന്ന ആൾക്കാരായിരിക്കാം മേ ബി. വെറൈറ്റി ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അല്ലേ. കുറച്ചും കൂടി ഇലാബറേറ്റ് പറയണമെന്നുണ്ട് എനിക്ക്, പക്ഷെ ഞാൻ പറയില്ല. ക്യാമറ ഓഫ് ചെയ്ത് പച്ച മലയാളത്തിൽ പറയാലോ, വീഡിയോ കയറുന്നല്ലേ. മര്യാദക്ക് പറഞ്ഞില്ലാത്തുണ്ടെങ്കിൽ മോശമാവും. പക്ഷെ ഈ പറഞ്ഞാല് പ്രോസ്റ്റിറ്റ്യൂഷൻ എനിക്ക് തോന്നുന്നു മുന്നേ നമ്മളിത് കേട്ടിട്ടില്ല അധികവും. റെഡ് സ്ട്രീറ്റ് മുംബൈ അവിടെ ഫേമസ് ആണ് പറഞ്ഞിട്ട് എപ്പോഴും സിനിമകളിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും അവിടെയാണ് സ്ട്രീറ്റ് ആണ് ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലായിടത്തും ഇതായി തുടങ്ങി. ഇപ്പൊ ഇവൻത്തും നമ്മുടെ ഈ ഭാഗത്തും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി തൃശ്ശൂര് ഭാഗത്ത് അവിടെ ഒക്കെ ഇതുണ്ട്. ഇപ്പൊ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇതാണ്. അത് കൂടുതലും ഞാൻ അങ്ങനെ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ലോറിപ്പേട്ട പോലത്തെ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ലോറി ഡ്രൈവർമാരെയാണ് കൂടുതലും ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങനെ പോണാണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് അവർ കൂടുതൽ ഇൻവോൾവ്മെന്റ് ആവുന്നത് അവരാണ് എന്നാണ് പണ്ടോട്ട് കേട്ടിട്ടുള്ളതും. പിന്നെ ഞാൻ ലേറ്റ് നൈറ്റ് ട്രാവൽ ചെയ്യണ സമയത്തൊക്കെ കൂടുതൽ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളതും. അതായത് എപ്പോഴും ഇപ്പൊ നമ്മൾ എറണാകുളമൊക്കെ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ വരുന്ന ഭാഗത്ത് ചില ഏരിയകളുണ്ട്. ആ ഏരിയകൾ ഇങ്ങനെ കൂടുതലും ലോറി പാർക്ക് പോലത്തെ സ്ഥലങ്ങളാണ്. അതായത് റോഡിന്റെ രണ്ട് സൈഡും ട്രക്ക് ഡ്രൈവേഴ്സ് മാത്രം അവർ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഉറങ്ങാനും അല്ലെങ്കിൽ കുളിക്കാനും കാര്യങ്ങൾ ബാത്റൂം യൂസ് ചെയ്യാനും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ലേറ്റ് നൈറ്റ് ആയിട്ട് വെക്കുമ്പോൾ ഇതിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് സുലഭമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അല്ലാതെ ലേഡീസ് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുന്നപ്പോൾ ലേറ്റ് നൈറ്റ് ട്രാവൽ ചെയ്യണ ആൾക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇതിലേക്ക് വരുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഒന്നും വേണം. നമ്മുടെ തൃശ്ശൂർ KSRTC ഭാഗത്തൊക്കെ രാത്രി ബസ് കയറാൻ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, കുറെ ഇത് കാണാൻ പറ്റും. അതിൽ ഈ പറഞ്ഞ പോലെ ഉപജീവനം എനിക്ക് തോന്നുന്നു കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് അതിൽ ഉപജീവനം കണ്ടെത്തുന്ന ആൾക്കാർ. സ്ത്രീകളുണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഈ പറഞ്ഞ ട്രാൻസ് മെൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ട്രാൻസ് മെൻസ് ഭയങ്കര കുറവാണ്. ട്രാൻസ് വുമൻസ് ആണ് അധികവും വരുന്നത്. അപ്പോൾ മീൻസ് ഇതിലേക്ക് വരുന്നതല്ല, ട്രാൻസ് വുമൻസ് ആണ് അധികം ഉള്ളത്. ആണുങ്ങൾ ബോയ്സ് കുറവാണ്, അല്ലെങ്കിൽ ആണുങ്ങൾ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് ഉണ്ട് ഞാൻ മനസ്സിലാവണത് ഈ വീഡിയോ കാണുമ്പോഴാണ്. ആണുങ്ങളിലും ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ആ ഒരു സംഭവം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ഞാൻ അതിന്റെ ക്ലിപ്പ് ബൈറ്റ്സ് മൊത്തം ഞാനും കണ്ടിട്ടില്ല. ക്ലിപ്പ് ബൈറ്റ്സ് മാത്രമേ ഞാനും ഉള്ള വീഡിയോ കണ്ടില്ല. ആ ക്ലിപ്പ് ബൈറ്റ് കണ്ടതിൽ ഞാൻ പുള്ളി കുറെ സെലിബ്രിറ്റീസ്, അധികം സെലിബ്രിറ്റീസ് ചിലപ്പോ ഈ ക്ലിക്ക് ബൈറ്റ് കിട്ടാനായിട്ട് ചിലപ്പോ പറഞ്ഞിരിക്കും. ഇങ്ങനെ പറഞ്ഞ സെലിബ്രിറ്റീസ് എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ഓട്ടോമാറ്റിക്കലി അടുത്ത ചോദ്യം ആരാണ് ഏതാണ് അപ്പൊ അതൊക്കെ കൂടുതൽ വ്യൂസ് കിട്ടാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇതായിരിക്കണം. അതന്നെ ഇപ്പൊ നടന്നു. ആ കേട്ടതില് പുള്ളിനെ പുള്ളി ഇപ്പൊ റിവീൽ വരെ ആൾക്കാർ തപ്പിപ്പിടിച്ച് അതും ആ വീഡിയോയില് മൂപ്പരാളുടെ കയ്യിലെ ടാറ്റോ ഒക്കെ വെച്ച് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് കുറെ പേര് മൂപ്പരാളുടെ പേഴ്സണൽ ഐഡിയ ഒക്കെ എടുത്ത് ഇപ്പൊ സുലഭമാണ്. അതായത് നമ്മളെ ഇൻസ്റ്റയിൽ തന്നെ കുറെ അക്കൗണ്ടുകളിൽ ഇന്നയാളാണെന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. റീൽസ് ഇങ്ങനെയും കുറെ ദോഷങ്ങളുണ്ട്. അതിപ്പോ വേറെ സംഭവം ഉണ്ട്. ഇപ്പൊ മൂപ്പരാൾക്ക് ഇപ്പൊ മാസ്ക് ഒക്കെ ഇട്ടിരിക്കാന്നുണ്ടെങ്കിൽ മൂപ്പരാൾക്ക് ടാറ്റു കവർ ചെയ്യാമായിരുന്നില്ലേ. അത് മൂപ്പരാളുടെ വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സ്ക്ലൂസിവിറ്റി. ടാറ്റു ഒരാൾ ചെയ്യുന്ന ടാറ്റു ചിലപ്പോ പല ആൾക്കാർ, പക്ഷെ ചില ആൾക്കാർ ബോഡി സ്ട്രക്ചർ വെച്ചിട്ട് കണ്ടുപിടിക്കും. ഇപ്പൊ ഞാൻ ടാറ്റ് ചെയ്തിട്ടുണ്ട്, ഇവൻ ടാറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരാൾ ഇപ്പൊ നമ്മളല്ല എന്ന് അറിയണമെങ്കിൽ ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് ഇരിക്കുക. നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് അറിയാം അവന്റെ ടാറ്റു ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇവന്റെ ടാറ്റു അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ടാറ്റു നമ്മളറിയണമെന്ന് നമ്മുടെ ബോഡി സ്ട്രക്ചറും കാര്യങ്ങളും അറിയാം. ഓക്കെ, ഇത് അവന്റെ ടാറ്റു ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി ഓക്കെ തപ്പി പിടിച്ച് അന്വേഷിച്ചോട്ടെ അല്ലെങ്കിൽ ഫെയിം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കണം പുള്ളി കാണിച്ചിരുന്നത്. കൂടുതൽ ക്ലൈൻസ് കിട്ടാൻ വേണ്ടിട്ടാണ്. അതെനിക്കറിയില്ല, അറിയത്തില്ല പറഞ്ഞത്. അതിന് ബാഡ് ആയിട്ടല്ല ഞങ്ങൾ പറഞ്ഞു, തമാശക്ക് പറഞ്ഞു. പക്ഷെ ക്ലൈൻസ്
ക്ലയൻസ് കിട്ടുമായിരിക്കും. അല്ല പുള്ളിക്ക് ക്ലയൻസ് ഉണ്ടല്ലോ, പുള്ളിക്ക് ഓൾറെഡി സെലിബ്രിറ്റീസും കുറെ ആൾക്കാരും കുറെ ക്ലയൻസ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നതിൽ. അപ്പൊ പിന്നെ ഉണ്ടായിരിക്കും ക്ലയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിലും ഇത്രയും ക്ലയൻസ് ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പഴ ഈ കാണുമ്പോഴാണ് ഇത്രയും ആൾക്കാര് ഉണ്ട്. അതായത് കൂടുതലും മൂപ്പരാള് അതില് ചെറിയ ചെറിയ വീഡിയോസിൽ അങ്ങനെ ഇപ്പൊ വീടിന്റെ ഇവിടെ കട്ട് കട്ടായിട്ട് വരത്തില്ലേ, ആ വീഡിയോസിലൊക്കെ പറഞ്ഞു കുറച്ചും കൂടി 35+ ഉള്ള ലേഡീസ് ആണ് കൂടുതൽ വിളിക്കുന്നത്. പിന്നെ കപ്പിൾസ് വിളിക്കുന്നുണ്ട്, കപ്പിൾസില് അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ ലോജിക്ക് എനിക്ക് ഇതുവരെ കത്തിയിട്ടില്ല. എങ്ങനെ കപ്പിൾസിന്റെ കയ്യിൽ വേറെ എടുത്തും കയറുന്ന അല്ലെങ്കിൽ വേറെ അതെനിക്കിപ്പോഴും കത്തിയിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഫാന്റസി പോലത്തെ പരിപാടിയാണ്. എനിക്ക് അറിയത്തില്ല, മേ ബി ആയിരിക്കും ചിലതോ. ചിലപ്പോ അവരുടെ എന്തെങ്കിലും എന്താ പറയപ്പതിന് ഞാൻ എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ഒരുപാട് ചിന്തിച്ചു ഇത് എങ്ങനെയാ, ഇത് എന്ത് സംഭവം എന്തെങ്ങനെ നമുക്കത് അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതല്ല, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു നമുക്ക് പറ്റില്ല. ചിലപ്പോ അവര് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് വ്യത്യാസമാണല്ലോ. അപ്പൊ മേ ബി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കും. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അതെ, എന്താ പറയണ്ടേ എങ്ങനെ പറയണ്ടേന്ന് മനസ്സിലാവില്ല. കാര്യം ശരിയാണ്. അതെ ശരിയാണ്. ചിലപ്പോ ഈ പറഞ്ഞ ഫാന്റസീസ് ആയിരിക്കാം. ഒരു ഫിസിക്കൽ ഫാന്റസി അത് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ അത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങളായിരിക്കും. അല്ലാതെ അതിലെ രീതിയിൽ ചിലപ്പോ ഇതിലിനി എന്ത് അല്ലെങ്കിൽ പ്ലഷറാണ്, ചിലപ്പോ എന്തെങ്കിലും അത് അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോ ആ ഒരു കപ്പിളിന് എന്തെങ്കിലും പ്ലഷർ കിട്ടുന്നുണ്ടാവുക. മേ ബി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതന്നെയല്ലേ പുള്ളിയും പറയുന്നത്. കാരണം ഈ ഇത്ര ഏജ് ആയ ആൾക്കാർക്ക് പറ്റുന്നില്ല, അത് കാരണം വിളിക്കുന്നതാണ്. അങ്ങനെയും പറയുന്നുണ്ട് പുള്ളിയെ. പക്ഷെ അങ്ങനെ പക്ഷെ എനിക്കൊന്നും ഇത് ട്രീറ്റ് ചെയ്തത് മാറാൻ ഇഷ്യൂ അതിന് വേണ്ടിട്ട് വേറെ നീ ഉദ്ദേശിച്ചത് മറ്റേ ഈ ഇഡി ഒക്കെ പോലത്തെ പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ്. അതെ, അങ്ങനെയുള്ള ആൾക്കാർ അത് ട്രീറ്റ് ചെയ്ത് മാറാന്നല്ലോ, വേറെ ആൾ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇഡി മീൻസ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അത് എല്ലാവർക്കും അറിയുണ്ടാവും തോന്നുന്നു. എന്തിനാ ഫുൾ അതെ, മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് അത്ര വലിയ സംഭവമൊന്നുമല്ല. അതെ, പക്ഷെ എനിക്ക് പറഞ്ഞ ക്രിഞ്ച് അടിക്കുന്നത് എന്താ പറയുന്നത്, ക്രിഞ്ച് അടിക്കുന്നത് ചില സമയത്ത് എന്താണെന്ന് അറിയില്ല. പക്ഷെ ശരിയാണ്, ഈ ഓരോ കാര്യങ്ങൾ വരുമ്പോ ഇന്നത്തെ സമൂഹം ഭയങ്കര മോശമാണ്. എല്ലാരും അപ്പിയ, ഞാൻ മാത്രം നല്ലുള്ളൂ, ബാക്കി എല്ലാരും അപ്പിയ. അങ്ങനെ പറഞ്ഞാണല്ലോ കഴിഞ്ഞ 2 എപ്പിസോഡ് മുന്നത്തെ എപ്പിസോഡാണ് എപ്പോഴും നമ്മൾ മറ്റേ എങ്ങനെ നമ്മൾ ട്രോൾ ചെയ്യില്ലേ, മന്ത്രീനെ എനിക്ക് കുറച്ച് കാര്യം പറയാം. മന്ത്രിയുടെ കുറച്ച് കാര്യം പറയണ്ട, പിന്നെ പറയാം. തന്ത്രിനെ പറ്റി ട്രോൾ ചെയ്യായിരുന്നു. അന്നേരം അതും നമ്മൾ അതിനെ അഗസ്റ്റ് ആയിട്ട് നിന്നേ. അതായത് തന്ത്രിനെ കുറ്റം പറഞ്ഞു എന്നുള്ള രീതിയിൽ വന്നത് നമ്മൾ കാണുമ്പോ നമ്മള് പറഞ്ഞ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞ വേറെയാ. പക്ഷെ വന്നപ്പോ തന്ത്രിനെ കുറ്റം പറഞ്ഞ പോലെ ആയിപ്പോയി, തന്ത്രിമാരെ കുറ്റം പറഞ്ഞ പോലെ ആയിപ്പോയി. നമ്മള് കുറ്റം പറഞ്ഞല്ലേ അല്ലേ അല്ലാണ് അങ്ങനെയും വയ്ക്കാം. പക്ഷെ അത് നിങ്ങൾ വിലയിരുത്തി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ശരിയാ നിങ്ങൾ വിലയിരുത്തി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഇപ്പൊ നടക്കാണ് ഇതിനെന്താ ഇപ്പൊ എനിക്ക് അത്രയ്ക്ക് തന്നെ ഉള്ളു. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നുമില്ല ഗൈസ്. അങ്ങനെ ഇരുന്നിട്ട് എന്തെടുക്കണം ഇങ്ങനെ ഇരിക്കായിരുന്നു. പ്രശ്നങ്ങൾ മനസ്സിലായി. ആദ്യം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാന്ന് ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മള് എന്താ ബുദ്ധിമുട്ട്, എടുക്കുക വീഡിയോ എടുക്കുക അങ്ങ് ഇടുക. വീഡിയോ ഇങ്ങനെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റേതായ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവണത്. കണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര പ്രശ്നമാണ്. എങ്ങനത്തെ വീട് പറയുമല്ലോ, എന്തൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് വീട് പറയുമല്ലോ, ബ്ലോക്കാ മനസ്സിലായില്ല, ഇങ്ങനെ തോട്ട് ബ്ലോക്കോ അങ്ങനെ എന്തൊരു പേര് പറയും. അറിയില്ല. പക്ഷെ അല്ലാണ്ട് കോണ്ടന്റ് തേങ്ങ വാങ്ങിയൊന്നും കിട്ടുന്നില്ല. ഞാൻ നോക്കുമ്പോ എല്ലാരും ഈ സ്ഥിരം ഇടുന്ന കോണ്ടന്റ് എല്ലാരും ഇടുന്നുണ്ട്. വെറൈറ്റി പിടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, കോണ്ടന്റ് ഒന്നും കിട്ടണില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇന്നത്തെ തന്നെ ഇപ്പൊ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞു. തുടങ്ങിയത് ഒന്നിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഒരു അവലോകനം. നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ പറഞ്ഞു വന്നതും പകുതി എത്തിയതും അവസാനം എത്തിയതും ഒക്കെ ഒന്നൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളിലൊക്കെയാണ്. ക്ഷമിക്കുക, അടുത്ത വീഡിയോയിൽ നമുക്ക് അതുപോലെ സെറ്റാക്കാൻ പറ്റിയിരിക്കും. പക്ഷെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, മറ്റേ ഇത് കേരള സ്റ്റോറി കേരള സ്റ്റോറിയുടെ അംഗം വിട്ടുള്ളൂ. അതിന് വലിയ കോമഡികളാണ്.
അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബീഫ് അതെ. കേരള സ്റ്റോറിയുടെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ട്രെയിലറിൽ കാണിച്ച പോലത്തെ അങ്കമുട്ടതിനെ പറ്റിയൊക്കെ ഈ ഭക്ഷണ രാഷ്ട്രീയം അത്രേ ഉള്ളൂ. കക്ഷി രാഷ്ട്രീയമാണോ ഉദ്ദേശിച്ചത്? ഭക്ഷണ രാഷ്ട്രീയം എല്ലാം കഴിഞ്ഞ് ഭക്ഷണ രാഷ്ട്രീയത്തിലേക്ക് എത്തി. അതിലും കൂടി ഇംപ്ലിമെന്റ് ചെയ്ത ഒരാള് നമ്മളിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് മറ്റൊരാളുടെ അടുത്ത് പെർമിഷൻ ചോദിക്കേണ്ട ഗതികേട് എന്ന് പറഞ്ഞതിനെ പറ്റി ആലോചിച്ചേക്ക്. സത്യല്ലേ? അത്രയും വലിയ ഗതികേട് വരാനില്ല. അത് എന്താ പറയാ, എനിക്ക് മനസ്സിലായി. ഇവന്മാര് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഇത് കണ്ടായിരുന്നു, അവര് ഇന്റർവ്യൂ കണ്ടായിരുന്നു. അതിനെ പറ്റി ഞാൻ പറഞ്ഞു തന്നെ. അതായത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞു വന്നിട്ട് അവിടെയുള്ള ആൾക്കാര് പലരും റിപ്പോർട്ടേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്തു. റിപ്പോർട്ടേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് ഇതിൽ കേരള സ്റ്റോറി പേര് വന്നിട്ടില്ല, കേരളത്തിലെ ആൾക്കാരെ പറ്റി ഞങ്ങൾ പറഞ്ഞില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമിലത്തെ, മുംബൈയിലത്തെ, മഹാരാഷ്ട്രയിലത്തെ, രാജസ്ഥാനിലത്തെ അത് ഫസ്റ്റത്തെ പടത്തിന്റെ പേര് അങ്ങനെ കാരണം അത് കാരണം വേണ്ടാവും കിട്ടാത്ര. അതിലും വലിയ മൂഞ്ച പടം. അതെ, നമ്മള് കേരളത്തിലേക്ക് എന്ന് മുല്ലപ്പൂ വെച്ചിറക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ആകെ മുല്ലപ്പൂ പരിപാടിക്ക് ചായ ഉണ്ടല്ലേ. അതുപോലെ ഈ ഹിന്ദി പടത്തെ അത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഹിന്ദി പടത്തില് മലയാളീനെ കാണിക്കുമ്പോ എന്ന് പറയുന്നത് തന്നെ മലയാളികൾ മറ്റേ തെങ്ങ കയറുന്നു, തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പള്ളി, അതുപോലത്തെ സെറ്റ് സാരി കൊടുക്കാണ്. അതെ, ശാലിനി ഉണ്ണികൃഷ്ണൻ അത്ര ബാഡ് ഒന്നുമല്ല എന്റെ വീട്. ഇതുപോലെയൊക്കെയുള്ള പിന്നെ അതിങ്ങനെ കേരളം പോർട്രേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക ബോളിവുഡ് സിനിമ പടങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര പക്ഷെ ഇതിവിടെ എല്ലാം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരാടാ ബീഫ് കഴിക്കാത്തുള്ളത്? ബ്രാഹ്മിൺസ് ഒഴിച്ചു. ബ്രാഹ്മിൺസ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ 2 ബ്രാഹ്മിൺസ് ഫ്രണ്ട്സ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ പേര് ഞാൻ പേരും അറിയില്ല. ബ്രാഹ്മിൺസ് ഒഴിവാക്കി. ബ്രാഹ്മിൺസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻസ്, ഇവരെ ഈ 2 ടീംസിനോട് വീഗൻസ് അങ്ങനെയും ഇപ്പൊ വീഗൻസ് ഭയങ്കര വീഗൻസ് വേറെ. അത് വേറെ ടോപ്പിക്കാ. ഭക്ഷണ ടോപ്പിക് എടുക്കുമ്പോൾ തീരില്ല നമ്മൾ ഏറെ കയറുന്ന സംഭവം അതൊക്കെ. അപ്പൊ ഇങ്ങനെ 3 പിടിച്ചാൽ മതി. ബ്രാഹ്മിൺസ്, വെജിറ്റേറിയൻസ്, വീഗൻസ്, ഈ മൂന്നെണ്ണം ഒഴിച്ച് ബാക്കി ആരെ ബീഫ് കഴിക്കാത്തുള്ളവര്? എല്ലാരും ബീഫ് കഴിക്കും. കേരളത്തിൽ ഏറ്റവും വിറ്റുകൊണ്ട സാധനം ബീഫാ. ബീഫ്, ചിക്കൻ. ഇതാണ് കേരളത്തിൽ നല്ലപോലെ പോവും. ബീഫ് കഴിക്കാത്ത ആൾക്കാർ ഭയങ്കര കുറവാണ്. ഈ ബീഫ് വെച്ച് ബീഫ് കഴിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് അതിലൊരു ഫേക്ക് സാധനം പാളിപ്പോയി. അത് ഇട്ടതൊക്കെ മുഞ്ചിപ്പോയി. മോദി സർക്കാർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ. ശക്തമായി ഞാൻ പറയും. ഞാനും പറയും മോദി സർക്കാർ തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത്. അല്ലാതെ അവരുടെ ഒരു പ്രൊപ്പഗണ്ട മൂവി, ഒരു പ്രോപ്പർ പ്രൊപ്പഗണ്ട മൂവിയാണ് അവര് പടച്ചുവിടാൻ നോക്കിയത്. പക്ഷെ അത് കേരളത്തിൽ ചുരുട്ടി തിരിച്ചു കോടതിയിൽ മറ്റേ ഇത് ഇറക്കരുത് എന്നൊക്കെ പറഞ്ഞ വിധിയായി. പക്ഷെ ഇപ്പൊ അതും അവര് അതിന് മേളിൽ ഇപ്പൊ മറ്റേ ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി എന്താ പറയാ ഇത് നടക്കേ തീരൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് എവിടെ വരെ എത്തും അറിയില്ല. ഈ പറഞ്ഞ ആര് ഇതിനെപ്പറ്റി എല്ലാരും ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ആർക്കും ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ഓടുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ അത് ഇവിടെ ഇറക്കിയപ്പോൾ കേരളത്തിലുള്ളവരെ കാണുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാര്യം കേരളത്തില് ബോയ്ക്കോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് പടം മീൻസ് റിലീസ് ആവണമെന്ന് എല്ലാ തിയേറ്ററിന്റെ മുകളിൽ ബീഫ് ഫെസ്റ്റ് നടത്തണം എന്നുള്ളത് ലഭ്യത കൂടുതൽ കുറവായിരുന്നു. ബീഫിനും എന്ത് ഇതാണ് ഇത്ര വലിയ ബീഫിനെ എതിർക്കുന്ന ടീംസാ. അതായത് ഇന്ത്യന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട്. ന്യൂസിലാൻഡ് അങ്ങനെയുള്ള 1-2 കൺട്രീസിലേക്ക് ബീഫ് എക്സ്പോർട്ട് ചെയ്യണത് ഫുള്ള് ഇന്ത്യന്നാണ്. ആ ഭാഗത്ത് നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് എന്താ പറയാ, കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നും കൂടിയല്ല. ഇതൊക്കെ പോട്ടെ. ഇപ്രാവശ്യം BJPക്ക് അല്ലെങ്കിൽ മോദിയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഇതുപോലെ ഒരു എക്സ്പോർട്ട് ബീഫിന്റെ മീറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് 32 കോടിയാ 30 കോടി എന്തോ സംഭാവന കൊടുത്തേക്കണത്. അത് മേടിക്കണവനൊന്നും അവർക്ക് പ്രശ്നമില്ല. ചാണകം തിന്നാ, ചാണകം ശുദ്ധം. അതെ, ബീഫ് തിന്നാൻ പറ്റില്ല. എവിടത്തെ കാര്യം? ഒരു കാര്യമില്ല. ഈ പറഞ്ഞാല് നമ്മുടെ ഇവിടെ ഉള്ളവര് ബീഫ് കഴിക്കും, എല്ലാം ചെയ്യും, ഇനിയും കഴിക്കും. ഭക്ഷണ രാഷ്ട്രീയം കൂടെ നിവടം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് കഴിക്കണം എന്ന് മറ്റൊരാൾ പറഞ്ഞ് നീ ഇന്നത് തിന്നാൻ പാടില്ല, നിനക്ക് ഒരു സംഭവം ഒരാളുടെ അവകാശത്തിനെ എതിർക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ മറ്റേ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര കൊല്ലായി, എന്നിട്ട് ഈ പറഞ്ഞാല് ഒരാള് പറഞ്ഞ പോലെ ബീഫ് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട്
എന്നാ ഉമ്മർക്ക് ചിക്കൻ ഈ ബീഫ് മറ്റേ മാതാവാണ് ഇതാണ് എന്തിനാ ചിക്കൻ എന്താ ചിക്കൻ പെങ്ങളാക്കി ചിക്കൻ പെങ്ങളാക്കി കൂടെ അതും കിട്ടാണ്ടാക്കിക്കോ. ഇവിടെ പുതിയ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കണ്ട. അത് അവിടെ ഇവിടെ അതുകൊണ്ട് ഇവിടെ എല്ലാം പോകും. കേരളത്തിലെ എല്ലാ സാധനത്തിനും കഴിക്കും. ഇങ്ങോട്ട് ഉപദ്രവിക്കാത്ത എല്ലാത്തിനും പിടിച്ച് കഴിക്കും. അങ്ങനെയുള്ളവരോ കേരളക്കാർ അവർ ഇവിടെ ഉള്ളവർ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ടെന്ന് അവരോട് തീരുമാനിക്കുക. അല്ലാതെ അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അവരെന്ത് കഴിക്കണം എന്ത് കഴിക്കണം വിചാരിച്ചിട്ട് നാളെ കാട്ടിക്കറി മാന്യം ഇത് പോയി വെടിവെച്ച് തിന്നരുത്. ഞങ്ങളതായിട്ട് ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. അതായത് ലീഗലി കഴിക്കാൻ പറ്റുന്ന കഴിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. അതിലൊന്നും വേറെ ആൾക്ക് ഒരു ഓപ്ഷൻ രാഷ്ട്രീയം അത് വേറെ ഇലക്ഷൻ വരാറായി. അതിന് വേണ്ടിയുള്ള പക്കൊരു രാഷ്ട്രീയം അത്രേ ഉള്ളൂ. അവരവരെ വോട്ട് അവരവരെ എന്ത് ചെയ്യണമെന്ന് സ്വയം തീരുമാനിക്കുക. എല്ലാ പ്രാവശ്യം പറഞ്ഞ വോട്ടൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യുക. അതുപോലൊക്കെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച അടുത്തതും കൊണ്ട് വരും. ഇപ്പൊ തൃശ്ശൂരിന് അവര് അബദ്ധം പറ്റിയിട്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂർക്കാർക്ക് ഇതിൽ കൂടുതൽ അബദ്ധം പറ്റാനില്ല ഇതിനും വലിയ. അതേപോലെ അബദ്ധം ഇനി പറ്റാതിരിക്കട്ടെ. നോക്കിയും കണ്ടൊക്കെ വോട്ട് ചെയ്യുക. അതെ, എലക്ഷൻ വരാറായി. അതിനെപ്പറ്റി മാർച്ചിലെ എലക്ഷൻ വരാറായി. ഇപ്പൊ എല്ലാരും അതിനെപ്പറ്റി തന്നെ ചർച്ച വേടൻ. അതായത് കറക്റ്റ് ആ ടൈമിലാണ് കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഇപ്പൊ കേരളത്തിലല്ലെങ്കിലേ ഇപ്പൊ സമാധാനം ഇല്ലാതിരിക്കുക. മറ്റെന്താ പറയാ, ഒരു പാട്ടിറങ്ങി ഇവരെ പറ്റി അത് വേറെ, ഇത് സ്വർണം കട്ടവന അത് ഇവിടെ നടന്നോണ്ടിരിക്കുക. അതിന്റെ പിന്നാലെയാണ് ബീഫിന്റെ പിന്നാലെയാണ് ഇത്. ഓരോന്നോരോന്ന് ഇവിടെ എലക്ഷൻ ആയതുകൊണ്ട് എല്ലാം ഓരോന്നോരോന്ന് ഇറക്കുന്നുണ്ട്. ഇത് കാരണം ഇത് മനസ്സിലാക്കുക, എലക്ഷനാണ് കാണുന്നവര് മനസ്സിലാക്കുക അതൊരു പ്രൊപ്പഗണ്ട മൂവിയാണ്. അതായത് നമ്മളതിനൊന്നും ഇതിൽ ഈ ഇങ്ങനെയുള്ള സിനിമകളോ കാര്യങ്ങളോ ഒന്നും നമ്മള് സപ്പോർട്ട് ചെയ്യാനോ കാര്യങ്ങളോ വിജയിപ്പിക്കാതിരിക്കുക. അതെ, കാണാൻ പോകാതിരിക്കുക. അത്രയാണ് ഏറ്റവും നല്ലത്. കാണാൻ പോകാതിരിക്കുക. അതെ, ബോയ്ക്കോട്ടിയാണ്. പക്ഷെ ഇതിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇങ്ങനെ ട്രെയിലറൊക്കെ നടക്കുന്നത് എന്തൊട്ട് സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ മോളിൽ പോയി കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ട്രെയിലർ ഞാനും കണ്ടാ. ഇപ്പൊ ശരിക്കും മറ്റേ റീൽ ഉണ്ടാക്കി അവൾക്ക് കുറച്ച് ബീഫും ചുട്ടിയാലും ചവച്ചിട്ട് തിന്നും. പൊറോട്ട കൊടുക്കാത്ത കാരണം മാത്രമായിട്ട് കൊടുത്ത കാരണം പ്രശ്നം. കുറച്ച് പൊറോട്ട കൂടെ ചിലപ്പോ കൊച്ചു തിന്നാനാണ് ഡയറക്ടർമാര് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം. ഞാൻ ചോദിക്കട്ടെ, എന്താ പന്നീനെ പറ്റി അറിയാത്തത്? പന്നീനെ പറ്റിട്ടോ? ഇവര് ഉദ്ദേശിക്കുന്നത് ശരിക്ക് മുസ്ലിംസ് അല്ലെങ്കിൽ ഹിന്ദുസും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പന്നി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എന്താ നിർത്താത്തവന്മാര്? പന്നി കഴിക്കാൻ പാടില്ല. മുസ്ലിംസ് പന്നി അവർക്ക് ഹറാമാണ്. നോർത്ത് ഇന്ത്യയിൽ എന്താ പന്നി നിർത്താത്തെ? എടാ അതെങ്ങനെയാണ് പറ്റണേ? ഞങ്ങള് നീ ഇങ്ങനെ അനാവശ്യമായി ചോദ്യങ്ങൾ ഗോമാത പ്രശ്നങ്ങളായിരിക്കും. ഇതെന്തോ ദൈവല്ലേ പന്നിയാർക്ക്? ഹിന്ദുക്കൾക്ക് എന്താ ദൈവല്ലേ പന്നി? എനിക്കറിയില്ല. എന്തൊരു ദൈവമുണ്ട്, എന്തൊരു ദൈവമുണ്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ എന്തൊരു ദൈവം ഈ കാന്താര സിനിമ അല്ലല്ല, വേറൊരു ദൈവം, ഒരു ദൈവം ഉണ്ട്, പന്നി ആയിട്ടൊരു ദൈവം ഉണ്ട്. എനിക്കറിയത്തില്ല. എന്തൊരു ദൈവം? ഞാൻ കഴിക്കും, എനിക്ക് വന്ന് ഇഷ്ടം. എനിക്ക് അലർജി. അവന്റെ മേത്ത് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് മറ്റേ ചൊറിഞ്ഞ എനിക്കിഷ്ടം. പന്നി ഞാൻ കഴിക്കില്ല. ബീഫ് ഞാൻ കഴിക്കും. ഇവിടെ ഉള്ളവരെ എല്ലാരും എല്ലാം കഴിക്കും. അതെ, വേണമെന്ന് വെച്ചാൽ എല്ലാരും എല്ലാം കഴിക്കും. അലർജി ഉള്ളവരെ മരുന്ന് കഴിച്ചിട്ട് ആൾക്കാരുണ്ട്. പിന്നെയാണ് എന്റെ ആന്റിക്ക് ഒരു ആന്റിക്ക് ഈ ബീഫ് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഒരാൾക്ക് ബീഫ് അലർജി ആവും. എന്താ വെച്ചാൽ ആദ്യം ഒരു അലർജിയുടെ ഗുളികയ്ക്കും സിമ്പിൾ പരിപാടി സോൾവ് ആയി. ഇത്രേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ ഭക്ഷണ രാഷ്ട്രം, കക്ഷി രാഷ്ട്രം, കുറെ രാഷ്ട്രീയം ഉണ്ട്. അതെല്ലാം വീഴാതിരിക്കുക. ഇതുപോലെയുള്ള പൊളിറ്റിക്സ് കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് നിങ്ങൾ മണ്ടന്മാരാന്നേ ഞാൻ പറയുള്ളൂ. എനിക്കറിയത്തില്ല. ഒരു ന്യൂസില് റിപ്പോർട്ടറല്ലേ, ഒരു ന്യൂസില് ഭയങ്കര ഫേമസ് റിപ്പോർട്ടർ ചാനലാണ് 24-ലാണെന്ന് അറിയില്ല, ഒരു അവതാരം പറഞ്ഞ അതുപോലെ തേണ്ടിത്തറ സിനിമ ഇനി ഇറക്കാനില്ല. പച്ചക്ക് പുള്ളി പറയണ്ട. അതേപോലെ തന്നെ പറയാനുള്ളൂ. എന്താ പടച്ചു വെച്ചിരിക്കേ, എന്തൊക്കെയോ വായ തോന്നിയത് അങ്ങോട്ട് എടുത്തു വെച്ചേക്കാണ്. എന്തോ കുഴപ്പമില്ല, എന്തോ സിനിമ ഇറക്കി വെച്ചു, അത് പോകുന്നുണ്ട്. കാര്യം കാണാതെ കഴിക്കുക. അതെ, ആരും കാണില്ല. ബോയ്ക്കോട്ട് ചെയ്യണം. പടം നമ്മൾ ബോയ്ക്കോട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് കണ്ട്, മറ്റേ ബ്ലോഗർ മറ്റേ സുജിത് ഭക്തൻ, പുള്ളി ട്രാവലിലപ്പോ അവിടെ എങ്ങാണ്ട് ഇപ്പൊ റിലീസ് ആവാൻ പോവാന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് തിയേറ്ററിന് മുമ്പിൽ. ഇത്ര ദിവസത്തിനുള്ളിൽ റിലീസ് ആകുമ്പോ അപ്പൊ ഇത് ഓൾറെഡി കേസ് വിധിയായിട്ടിരിക്കുന്ന റിലീസ് ചെയ്യാൻ പാടില്ല. സ്റ്റേ വന്നിട്ടുണ്ടോ? സ്റ്റേ വന്നു. അതിന്റെ മേളിലാണ് ഇപ്പൊ ടിക്കറ്റ് വിൽക്കുന്നത്. മറ്റേ സ്റ്റേ വന്നതിന് എനിക്ക് അറിയത്തില്ല.
ടീസർ അല്ല ഇപ്പൊ ഇറക്കാൻ പാടില്ല. ടീസറിൽ എന്തോ പോർഷൻസ് കട്ട് ചെയ്ത് കളയണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടല്ല. അത് ഞാൻ അത് എനിക്ക് ചോദിക്കാനുണ്ട്. എമ്പുരാനല്ലേ മറ്റേ എമ്പുരാനില് എമ്പുരാനിൽ ഇവന്മാർക്ക് ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ശരിക്കും അതാണ് ശരിക്കും നടന്ന റിയൽ സ്റ്റോറി. അവന്റെ പേരെന്തായിരുന്നു? ബാബ ബജ്രംഗി. ബാബ ബജ്രംഗിനെ കട്ട് ചെയ്യാമെങ്കിലും ആ പീഡന കേസ് വിഷ്വല് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും എന്തുകൊണ്ട് ഇവന്മാർക്ക് ഇത് കട്ട് ചെയ്തോടാ? അതെ, എഡിറ്റിംഗിലേക്ക് മാങ്ങ ഉറക്കാൻ പോയിക്കോ. അത് ഡിമാൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതും ഡിമാൻഡ് അതാ, അല്ലെങ്കിൽ മറ്റേ തൈക്കുളം ബ്രിഡ്ജിന്റെ പാട്ട് കാണാൻ പോയിക്കിരിക്കുകയായിരുന്നു അവന്മാര്. എനിക്ക് മനസ്സിലാവണില്ല ഈ എഡിറ്റിംഗിൽ ഇരിക്കണവര് പിന്നെ എന്തിനാ ഇരിക്കണേ? അവന്മാർക്ക് ഇതൊരു 10 കെട്ട് 12 കെട്ട് എമ്പുരാനിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിലും ചെയ്യാന്നേ ഉള്ളൂ. അത് ഇവന്മാര് ചെയ്യില്ല. സെൻസർ ബോർഡിലത്തെ ആൾക്കാരല്ലേ, അതിന് ലേറ്റസ്റ്റ് അല്ല സെൻസർ ബോർഡിൽ ഇരിക്കണ എഡിറ്റ് കട്ട് ചെയ്തിടല്ലേ? അല്ല, അവരെ സജഷൻസ് ചെയ്യും. എഡിറ്റിംഗിലേക്ക് വിടുന്നേ അവന്മാർക്ക് സജസ്റ്റ് ചെയ്ത് വിടും. ഇപ്പോ ജനനായകൻ കണ്ടില്ലേ, അതുപോലെ എന്തൊക്കെയോ കുറെ ഇഷ്യൂസ് അതുകൊണ്ട് അത് ഇറങ്ങണ പോലും ഇല്ല. അതെ, ജനുവരി 9 എന്താ ഇറങ്ങുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫെബ്രുവരി മാസം കഴിഞ്ഞു. ഇത് അത് കുറച്ച് ആൾക്കാരെ പറയും. ഇത് കേരളം മൊത്തത്തെ പറയണേ ഈ സിനിമ, എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ ഇത് വെറും രാഷ്ട്രീയം, വെറും പ്രൊപ്പഗണ്ട, വെറുതെ വിടുന്ന പ്രൊപ്പഗണ്ട. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ ആ പടത്തിന്റെ ഇന്റർവ്യൂല് കൊണ്ടുവന്ന ഇവര് ഈ വിക്ടംസ് ആണ് പറഞ്ഞിട്ട് 37 സ്ത്രീകൾ, ആ 37 സ്ത്രീകളിൽ ഒരാൾ പോലും മലയാളികളില്ല. മലയാളികളെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞത് മുന്നത്തെ പടത്തിന് വേണ്ടിയിട്ട് വിക്ടംസ് ആയിട്ട് മലയാളികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവർ പ്രൊഡ്യൂസറും ഡയറക്ടറും ആൾക്കാരൊക്കെ പറയണേ. അവർക്ക് തന്നെ ഇതിനെ പറ്റി പ്രത്യേകിച്ച് ABCD ഒന്നും അറിയാനൊന്നും പാടില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിക്ടംസ് പറയുന്ന കാര്യങ്ങൾ തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഏതോ സ്ക്രിപ്റ്റ് എടുത്ത് പഠിപ്പിച്ച് ഇങ്ങോട്ട് കയറ്റി വിട്ടേക്കാണ്. അതായത് പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ എന്നിട്ടാണ് ഒരു വാക്കുണ്ടല്ലോ ഇവിടെ, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥമാണ് പഠിപ്പിക്കേണ്ടത്. പിന്നെ എന്തോ ധർമ്മം പഠിപ്പിക്കണം. ഒരു വിക്ടം എന്ന് പറയണതാണ്. ഏതെങ്കിലും എനിക്ക് മനസ്സിലാവണില്ല ഏത് വിക്റ്റാണ് ഇങ്ങനെ പറയണത്. ഞാൻ ലവ് ജിഹാദിന്റെ ലവ് ജിഹാദ് ഇപ്പോഴും പ്രൂവൺ ആയിട്ടുള്ള ഒരു സംഭവം അല്ല. കുറെ കേസുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്, പറയപ്പെടുന്നു. പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ കൺവേർഷൻസ് ഒക്കെ എല്ലാ കാസ്റ്റിലും നടക്കണം. ഇപ്പോൾ ഒരു ഹിന്ദു ക്രിസ്ത്യൻ മാരേജ് ആണെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം മാരേജ് ഉണ്ട്, അതൊക്കെ അവരുടെ ഫാമിലി, അതായത് അതൊക്കെ ഓരോ ഫാമിലി അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ താല്പര്യപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർഷൻസ് നടക്കുന്ന ഒരു സംഭവമാണ്. അതൊരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അത് ചിന്തിക്കപ്പെടേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നണില്ല. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അവർ കൺവേർഷൻ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ലവ് മാരേജ് അല്ലാതെ തന്നെ കൺവേർഷൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇന്ന മതത്തിൽ തുടരാൻ താല്പര്യമില്ലാത്ത വേറെ മതങ്ങളിലേക്ക് മാറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സായിട്ട് അതൊക്കെ അങ്ങനെ വിടുക. ഇത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു മതം വെച്ച് തല്ലുണ്ടാക്കാനായിട്ടൊരു കീ പോലെ കാണാതെ അത് അവരെന്നും ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. അവര് തലയിൽ ചണകാണ്. അവരെന്തേലും പറഞ്ഞോട്ടെ. അത് കേട്ടിട്ട് ബുദ്ധിയുള്ള ആൾക്കാര് അതിന്റെ പിന്നാലെ പോകാതിരുന്നാൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മനുഷ്യരുടെ ഇടയില് പെട്ടെന്ന് കത്തുന്ന സാധനം മതം, ജാതി സംഭവങ്ങളൊക്കെ. ഇതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഭയങ്കര സ്പാർക്കാകും. ട്രെയിലർ കണ്ടിട്ട് നമ്മുടെ കേരളത്തിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും. അവരുടെ വിചാരം കേരളം ഭയങ്കര തൃശ്ശൂർപൂരം വരാൻ പോകണം. പ്ലീസ് കം ടു ഡയറക്ടർ, പ്ലീസ് കം ടു തൃശ്ശൂർപൂരം ആൻഡ് വിസിറ്റ് ദാറ്റ്. ബിക്കോസ് അപ്പൊ അറിയാം എന്താണ് കേരള കമ്മ്യൂണിറ്റിയുടെ ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതമാണെങ്കിൽ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഒത്തൊരുമയൊക്കെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലായിടത്തും എല്ലാ ആൾക്കാരും ഉണ്ടാവും. നമുക്ക് മതമായതുകൊണ്ട് നമുക്കൊരു വിജേതൻ എന്നല്ലേ പറയാ, വിജയാണെന്നല്ലോ. എന്താ പറയാ, ഈ മതങ്ങൾ ഇങ്ങനെ മാറ്റി കാണുന്നതിന് എന്താ പറയാ, വിഭജിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ. ഇതുപോലെ മുസ്ലിംസ് ഉണ്ടാവും, ക്രിസ്ത്യൻസ് ഉണ്ടാവും, ബുദ്ധിസ്റ്റ് ഉണ്ടെങ്കിൽ ബുദ്ധിസ്റ്റും ഉണ്ടാവും, എല്ലാരും ഉണ്ടാവും. അങ്ങനെ അപ്പോ ഞങ്ങളും ഉണ്ടാവും കേട്ടോ. അതെ, ഞങ്ങളുണ്ടാവും. ഞങ്ങളെ കാണാം. ഞങ്ങളവിടെ ഉണ്ടാവും. എല്ലാരും പൂരത്തിന് വരിക. എല്ലാരും പൂരത്തിന് വരിക. അപ്പൊ പിന്നെ ഏറെക്കുറെ ഐഡിയ എല്ലാവർക്കും കിട്ടും. ഇതിന് സംശയമുള്ള ആൾക്കാർക്ക്. അല്ലാണ്ട് പൂരം ആസ്വദിക്കാൻ പറ്റുന്നവർ അങ്ങനെ വരാട്ടോ. ചുമ്മാ ഈ പറഞ്ഞാല് ഓരോരുത്തർ കേട്ടാൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പടച്ചുവിടുന്നതിന് ഒരു ആവശ്യമില്ല. രാഷ്ട്രീയം എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഇപ്പൊ എനിക്കും എന്റേതായ രാഷ്ട്രീയമുണ്ട്, ഇവനും എന്റേതായ രാഷ്ട്രീയമുണ്ട്. അത് ഇങ്ങനെയല്ല അത് പുറത്ത് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ആൾക്കാരെ ഭ്രാന്താക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മനുഷ്യർ തമ്മിൽ തല്ലിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ വിഭജിച്ചിട്ടോ അല്ലെങ്കിൽ വിഭജനം പെടുത്തിയിട്ടോ ഒരു കാര്യമില്ല. അതിലൊന്നും ഒരു അങ്ങനെയല്ല അത് കാണിക്കേണ്ടത്.
ഇപ്പൊ ഉള്ളവർക്ക് മനസ്സിലായി. ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കേരളത്തിൽ ഈ സാധനം ഇപ്പൊ എല്ലാവരും എതിർത്തു. എല്ലാവർക്കും മനസ്സിലായി ഇത് രാഷ്ട്രീയ എതിർത്തത് മാത്രം നോക്കിയാൽ മതി. അതാണ് ഞങ്ങളുടെ ആ ഒരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഇതെന്ന് പറയണത്. എല്ലാരും ഒരേ സ്ഥലത്തിലത് എതിർത്തു. എല്ലാം സഹിക്കാൻ മോദിയുടെ രാഷ്ട്രീയം ഇവിടത്തെ നാട്ടില്, അതായത് കേരളത്തിൽ തന്നെ മോദീനെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പഗാൻഡനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ ഈ ഒരു പടത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും കാണുന്നില്ല, അല്ലെങ്കിൽ പലരും കൈയൊഴിഞ്ഞതായിരിക്കാം മേ ബി, അത് നമുക്കറിയില്ല. അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്സ്. നേരത്തെ പറഞ്ഞ പോലെ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. അപ്പൊ ശരിക്കും ഇത് കൊള്ളാട്ടെ. പക്ഷെ ഈ പരിപാടി ഞങ്ങൾ മുന്നത്തെ വീഡിയോസ് ഒക്കെ ഒരു ടോപ്പിക് ഇങ്ങനെ അതിനിങ്ങനെ വധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി ഇത് വേറെ എവിടെയോ വന്നിങ്ങനെ അവസാനിച്ച് ട്രൈ അടിച്ചൊക്കെയാണ് ഇത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം. എന്തെങ്കിലും ഇതുപോലെ ഇനി കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ്സ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരും പറയാം. അപ്പോൾ നമ്മളൊക്കെ അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മൾ കുറച്ച് പുതിയ സെറ്റപ്പുകളൊക്കെ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോകളിൽ ആയിട്ട് പയ്യെ ചെയ്യാന്ന് വിചാരിക്കും. ഞാൻ വ്ലോഗ് എടുക്കണം എനിക്ക് പ്ലാനിങ് ഉണ്ട് ചെയ്യണതിനെ പറ്റി. വ്ലോഗ് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ വ്ലോഗ് എടുത്ത് അങ്ങനെ ഒരു പരിചയമില്ല. പിന്നെ അതിന്റെ പരിപാടികളൊന്നും അങ്ങനെ സെറ്റ് ആയി തന്നെയില്ല. പിന്നെ നോക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രയൽ പോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ കൊണ്ടുപോയി അവിടെ എവിടെയും നാട്ടി ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നോക്കാം. പിന്നെ ഇപ്പൊ കേരളത്തിൽ എല്ലാവരും പ്രശ്നമായിരിക്കും. ഇപ്പൊ ഞാൻ ഈ ചുമച്ചോണ്ടിരിക്കുന്ന പോലത്തെ ചുമ എല്ലാവരും നല്ലോണം ടേക്ക് കെയർ ചെയ്യുക. ഡസ്റ്റ് അലർജി ആണ് അല്ലെങ്കിൽ എന്തോ വൈറസിന്റെ പ്രശ്നങ്ങളാണെന്നൊക്കെ വേണേൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് എടുക്കുക. ആരും ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഇഗ്നോർ ചെയ്തിട്ട് ഇനി കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് കാര്യങ്ങൾ എത്താണ്ടിരിക്കുക. പിന്നെ വന്നു കഴിഞ്ഞ 1 മാസമൊക്കെ എടുക്കുന്നതാണ് പറഞ്ഞത്. ഞാനിപ്പോൾ മരുന്ന് കഴിച്ചിട്ട് ഇന്നലെയും കൂടി ഡോക്ടറെ കണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോക്ക് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.